കഴിഞ്ഞ 30 വർഷമായിട്ട് എവറസ്റ്റ് കയറുന്നവർ ദൂരവും വഴിയും മനസ്സിലാക്കാൻ ഒരു ലാൻഡ്മാർക്കായി കണ്ടിരുന്നത് ഒരു ഡെഡ് ബോഡിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. They find the dead body of one of the Indian climbers lying where he's tried to find shelter. ആരാണെന്നറിയാത്ത ആ ഡെഡ് ബോഡി അവർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് ദ ഫേമസ് ഗ്രീൻ ബൂട്ട്സ് എന്നായിരുന്നു. കാരണം മരണസമയത്ത് അദ്ദേഹം ധരിച്ചിരുന്നത് നീലയും ഓറഞ്ചും നിറത്തിലുള്ള വസ്ത്രവും ഗ്രീൻ ബൂട്ടുകളുമായിരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി എവറസ്റ്റിന്റെ വടക്ക് കിഴക്കൻ റിഡ്ജ് റൂട്ടിലെ ഒരു ഗുഹയിൽ കിടക്കുന്ന ഈ മൃതദേഹത്തിനരികിൽ അദ്ദേഹം അവസാന സമയത്ത് ഊരിയെറിഞ്ഞ ഓക്സിജൻ സിലിണ്ടറുകളും മാസ്കുകളും കാണാം. വർഷങ്ങളായി ഇൻഡോ ടിബറ്റൻ പോലീസ് സേനയിലെ സെവാങ് പാൽജോറിന്റേതാണ് ഈ ഡെഡ് ബോഡി എന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ റീസെന്റ് DNA ടെസ്റ്റിലൂടെ അത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന ഡോർജെ മുരുപ്പുവിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. 1996 മെയ് 10 മൊഹീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ 7 പേരടങ്ങുന്ന സംഘം എവറസ്റ്റ് കയറാൻ ആരംഭിച്ചത്. ഏകദേശം 8500 മീറ്റർ എത്തിയപ്പോഴേക്കും കനത്ത മഞ്ഞുവീഴ്ച കാരണം മൊഹീന്ദർ സിംഗ് അടക്കം 4 പേര് തിരിച്ചിറങ്ങി. പക്ഷേ ഡോർജയും പാൽജോറും അവരുടെ സുഹൃത്ത് സ്മൻലയും മുന്നോട്ട് തന്നെ നീങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം തങ്ങൾ എവറസ്റ്റിന്റെ ടോപ്പിലെത്തിയെന്ന് അവർ റേഡിയോ മുഖേന ബേസ് ക്യാമ്പിൽ അറിയിച്ചു. അതിനുശേഷം തിരിച്ചിറങ്ങിയ അവർ അതിശക്തമായ ഹരിക്കെയിൻ ഫോഴ്സ് കാറ്റിലും ഇരുട്ടിലും പെട്ട് ചെന്നുപെട്ടത് എവറസ്റ്റിന്റെ ഡെത്ത് സോൺ എന്നറിയപ്പെടുന്ന ഏരിയയിലായിരുന്നു. അവിടുത്തെ ഫ്രീസിംഗ് ടെമ്പറേച്ചറിനെ അതിജീവിക്കാൻ ഒരു ദിവസം മാത്രമാണ് അവർക്ക് കഴിഞ്ഞത്. കാരണം പിറ്റേ ദിവസം കൊടുമുടി കയറിയെത്തിയ ജാപ്പനീസ് സംഘം ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള ഈ 3 പേരെയും കണ്ട് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്തതല്ലാതെ കൂടുതൽ സഹായങ്ങൾ നൽകാനാകാതെ ജാപ്പനീസ് സംഘം മുന്നോട്ട് നീങ്ങി. പിന്നീട് ഈ 3 പേരെയും ആരും ജീവനോടെ കേട്ടില്ല, കണ്ടില്ല. 330-ലധികം ആളുകൾ ഈ കൊടുമുടി കയറുന്നതിനിടയിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ 200-ലധികം മൃതശരീരങ്ങൾ ഇപ്പോഴും കണ്ടെത്താൻ പറ്റാതെ എവറസ്റ്റിന്റെ ഉള്ളറകളിൽ വിശ്രമിക്കുന്നുണ്ട്. അതൊന്നും തിരിച്ചിറക്കുക പ്രായോഗികമായ കാര്യമല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അത്രയും ഉയരത്തിൽ ഹെലികോപ്റ്ററുകൾക്ക് പറന്നെത്തുക അസാധ്യമാണ്. എന്തായാലും ഗ്രീൻ ബൂട്ട്സ് അടക്കമുള്ള ഈ മൃതശരീരങ്ങൾ എത്രയും പെട്ടെന്ന് ഒക്ടോബറോടെ തിരിച്ചിറക്കി ഔദ്യോഗികമായി സംസ്കരിക്കാനാണ് ഇപ്പോൾ അതോറിറ്റിയുടെ ശ്രമം. അതിനായി ഈ ഉദ്യമം ഏറ്റെടുക്കാൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് റിക്കവറി ഏജൻസികൾക്കുള്ള പൊതു ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് അതോറിറ്റി. എന്തായാലും ഒക്ടോബർ മുതൽ എവറസ്റ്റ് കയറുന്നവർക്ക് ഗ്രീൻ ബൂട്ട്സ് എന്നൊരു ലാൻഡ്മാർക്ക് കാണാനാകില്ല. ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം ലാൻസ് നായക് ഡോർജെ മുരുപ്പുവിന്റെ മൃതശരീരത്തിനോട് നമുക്ക് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ്.